അനീഷ് അനുമോൾ ആർമിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ. റോബിൻ ഫാൻസ് അനുവിനെ വിട്ട് ലക്ഷ്മിക്കൊപ്പം. വൈൽഡ് കാർഡായി മുൻ മത്സരാർത്ഥിയായ റിയാസ് സലീം ബിഗ് ബോസിലെത്തിയതോടെ നെഗറ്റീവായി നിന്നിരുന്ന ലക്ഷ്മി പോസിറ്റീവായി മാറിയെന്നും വോട്ടിംഗിൽ മുന്നിലെത്തിയതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ആഴ്ച വോട്ടിംഗിൽ പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ലക്ഷ്മി സേവായി. റിയാസിന്റെ വരവ് തിരിച്ചടിയായിരിക്കുന്നത് ശരിക്കും അനുമോൾക്കും അനീഷിനുമാണെന്നാണ് പ്രേക്ഷകരിൽ ഒരു ഭാഗം വിലയിരുത്തുന്നത്. ഇരുവരുടെയും വോട്ടുകൾ വലിയ തോതിൽ ലക്ഷ്മിക്ക് പോകുമെന്ന് വേണം കരുതാൻ. അനീഷ് ഫാൻസായ പഴയ റോബിൻ ഫാൻസ് ലക്ഷ്മിയെ കൂട്ടത്തോടെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നതാണ് സത്യം. സത്യത്തിൽ സംഭവിച്ചത് റിയാസിനെ കണ്ടു ട്രിഗറായ ഇപ്പോൾ അനുമോൾ അനീഷ് ഫാൻസ് ആയ പഴയ റോബിൻ ഫാൻ ലക്ഷ്മിയെ കൂട്ടത്തോടെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നതാണ്. എന്നാൽ ഈ ആഴ്ച കൂടി വോട്ടിംഗിൽ വന്നപ്പോൾ നാലാമതെത്തിയെങ്കിലും ലക്ഷ്മിക്ക് ഇപ്പോഴും നല്ല വോട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അനീഷ് അനുമോൾ ഫാൻസിലെ കുറെ പഴയ റോബിൻ ഫാൻസ് ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തി ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. റിയാസ് വന്ന് ഒറ്റക്കെട്ടായിരുന്ന അനീഷ് അനുമോൾ ആർമിയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി. എന്നാൽ ആദില നൂറയുടെ വോട്ട് ബാങ്ക് പഴയതുപോലെ അവിടെ തന്നെ ഉണ്ട്. തങ്ങളുടെ കണ്ടസ്റ്റന്റ് വോട്ടിംഗ് ഇല്ലാത്ത ആഴ്ചയിൽ റിയാസ് കളിച്ച പ്രൊവോക്കിംഗ് ഗെയിമിൽ വീണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്തു കളിച്ചു ലക്ഷ്മിക്ക് ഫ്രീ PR നടത്തി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേമസ് ആക്കി റീച്ച് കൂട്ടിക്കൊടുത്തത് അവസാനം സ്വന്തം ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് വോട്ടുകൾ നഷ്ടപ്പെട്ട അനുമോൾ അനീഷ് ആർമിക്കാണ്. ലക്ഷ്മി അവസാന ആഴ്ചകൾ വരെ എത്തുകയാണെങ്കിൽ അപ്പോഴേക്കും അനീഷിനും അനുമോൾക്കും കിട്ടേണ്ട 10,000-കണക്കിന് ഫൈനലിൽ നിർണായകമാകുന്ന വോട്ടുകൾ ലക്ഷ്മി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്നാൽ അപ്പോഴും ഓരോ ദിവസവും കിട്ടാനുള്ള വോട്ടുകൾ കിട്ടി ആദില നൂറ ഫാൻ ബേസ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പുതിയ ഫാൻസിന്റെ ഒഴുക്ക് നിന്ന അനുമോൾ അനീഷ് ആർമിയുടെ ഗ്രോത്ത് മുരടിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഗുണം മൊത്തത്തിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ രുദ്രേട്ടൻ അഥവാ ഷാനവാസ് ആയിരിക്കും. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.